ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലാണ് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ദ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഇതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് ആ ഒരു സമയം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈസ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, രണ്ട് കാർഡ് നോക്കട്ടെ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. യെസ്, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ്, ഈ ഒരു സമയത്ത് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തൊക്കെ ഫീലിങ്സ് ആണ് അവർക്കുള്ളത്, അവർ എന്തൊക്കെ തരത്തിലുള്ള ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്, റിലേഷൻഷിപ്പിൽ അവരെന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു സമയത്ത് അവരുള്ളത്, ഏതൊക്കെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടും ഒരു മൂഡ് സ്വിങ്സ് ഉണ്ട് ഈ ഒരു സമയത്ത്. കാരണം ഈ പേഴ്സൺ എപ്പോഴും ഒരു മൂഡ് സ്വിങ്സിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നു ഈ സമയത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഒരു തീരുമാനം എടുത്തു എന്ന് അവർ തന്നെ വിചാരിച്ചാൽ പോലും കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവർ മാറുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. മെയിനായിട്ടും അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവരൊരു വെയിറ്റിംഗ് എനർജിയിൽ ആണുള്ളത്. പക്ഷേ എങ്കിലും പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ അതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കുട്ടിത്തമുള്ള ബിഹേവിയർ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അതായത് കുട്ടികളെ പോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ ചിലപ്പോൾ വളരെ ഫണ്ണി ആയിട്ട് ലൈഫിനെ എടുക്കുന്ന, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അതായത് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോകുന്ന കുറച്ച് ആളുകളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ലൈഫിനെ കുറിച്ച് ഒരു പ്ലാനിങ്ങോ ഒന്നും ഇല്ലാത്തവരാണ് ഇവർ. അവർക്കൊരു ഫ്രീഡം വേണം, ഹാപ്പിനെസ് വേണം, അവർക്ക് ഇങ്ങനെ ഒരു കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കണം എപ്പോഴും. ഇതൊക്കെയാണ് അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അത്തരത്തിലുള്ള പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കൂടുതലും കിട്ടുന്നത്. ഇവർ കുറച്ചൊരു ഇന്നസെൻറ്റും ആയിട്ടുള്ള വ്യക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് തന്നെയാണ് ഇവരുടെ ഒരു പ്രശ്നവും. കാരണം ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറയുന്നത് പോലത്തെ ഒരു സ്വഭാവമുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ രണ്ട് വഴികളുണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങളും, മറ്റൊരെണ്ണം അവരിപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് വ്യക്തിയുടെ കൂടെയാണോ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇപ്പോഴത്തെ ആ സംഭവം. ഇപ്പോൾ അങ്ങനെ രണ്ട് പാർട്ടുകളാണ് അവർക്കുള്ളത്. അപ്പം ഇപ്പോഴും അവർ ഇതിനൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. അവർക്കറിയാം നിങ്ങളാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളാണ് അവർക്ക് ചേരുന്നതെന്ന് അവർക്കറിയാം. പക്ഷേ അവർക്കത് ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്നില്ല. അതാണ് നമുക്ക് മെയിനായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. തീരുമാനം എടുത്താലും അത് പെട്ടെന്ന് തന്നെ മാറും. സ്ഥിരമായിട്ടുള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ ഉള്ളൊരു വ്യക്തിയല്ല. സ്ഥിരമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു
തീർച്ചയായും മൂർച്ചയുമുള്ള ഒരു വ്യക്തിയല്ല ഇവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളോട് ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള സ്നേഹമുണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, അവരൊരു പൊട്ടന, അല്ലെങ്കിൽ അവളൊരു പൊട്ടിയ, അല്ലെങ്കിൽ ഒരു കഥയില്ലാത്തവനാണ് എന്നിങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ്. നിങ്ങളിൽ നിന്ന് സ്വയമേ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയല്ല അവർ. പക്ഷെ ചില സിറ്റുവേഷനുകൾ കൊണ്ട് നിർബന്ധിതരായിട്ട് പോകേണ്ടി വന്നവരാണ്. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. മറ്റെന്തെങ്കിലും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ അല്ലെങ്കിൽ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയല്ല ഇവിടെ ഉള്ളത്. അവരെ ആരോ നിർബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റിയതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് അവർ മാറിപ്പോയതാണ്. അവർക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു അവരുടെ ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സോടെയല്ല അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലാത്ത ഒരു അവസ്ഥ ഈ ഒരു സമയത്ത് അവർക്കുള്ളത്. കാരണം മനസ്സുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയവരല്ല നിങ്ങളുടെ പേഴ്സൺ. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് അതിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്, ഇവരെ കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളിൽ ഒരു കെയർ, സ്നേഹം എല്ലാം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിയ ആരും അവരുടെ അടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും ഒരു വിഷമം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവരെ ശ്രദ്ധിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ആരുടെയും ഒരു സാന്നിധ്യം അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം കൺഫ്യൂസ്ഡാണ്. അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരു ഹാപ്പിനെസ് ഇല്ല, ഒരു സന്തോഷമില്ല, അല്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ വിചാരിക്കുന്നത് എപ്പോഴെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകും, അതുപോലെ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം എന്ന രീതിയിൽ അങ്ങനെ അവർ സമാധാനിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇവരുടെ കൂടെയുള്ള വ്യക്തികളെ വെറുപ്പിച്ചിട്ട് അവർക്ക് വരാനായിട്ട് കഴിയില്ല. അതിനൊരു ധൈര്യം അവർക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിന് അവർക്ക് സാധിക്കുകയില്ല. പക്ഷേ കാലചക്രം തിരിയുമ്പോൾ എപ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഈ ഡൗൺ ആയിട്ട് നിൽക്കുന്നത് അപ്പായിട്ട് വരും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാകും എന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്, അവർക്കിതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് മുന്നോട്ടേക്ക് ഇറങ്ങണമെന്നുണ്ട്. പക്ഷെ അപ്പോൾ അവർക്ക് അതിനൊരു പെട്ടെന്ന് തന്നെ അവർക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആദ്യം അവർ വിചാരിക്കും, ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കണം, മുന്നോട്ട് ഇറങ്ങണം, ഇങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും ഒരു കുറച്ച് സമയത്തിന് ശേഷം അവർ വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആവുകയെന്നായിട്ട് കാണുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു കൺഫ്യൂസ്ഡ് ആയ ഒരു സ്റ്റേജിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവരെ ആരാണോ നിങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയത് ആ വ്യക്തികളെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പേടിയാണ്. അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ടെൻഷനുണ്ട്. നിങ്ങളിലേക്ക് വന്നാൽ പിന്നെ അവരുമായിട്ടൊക്കെ അടിയുണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഒരു ധൈര്യം അവർക്കില്ല. ഇതിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ജീവിക്കും എന്ന് പറയാനുള്ള ധൈര്യം ഈ പേഴ്സണ് ഈ ഒരു സമയത്തില്ല. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അത് ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനുവേണ്ടി പ്രയത്നിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഇവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ആരെയൊക്കെയോ വെറുപ്പിക്കേണ്ടി വരും അങ്ങനെ ആ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ. അത് അവർക്ക് പേടിയാണ്. ആ ഒരു സിറ്റുവേഷനെ അവർ പേടിക്കുന്നുണ്ട്. ആ വ്യക്തികളെ അവർക്ക് പേടിയാണ്. അവർക്ക് എല്ലാ ഫീലിങ്സും ഇമോഷൻസും ലവ് എല്ലാം അവർക്കുള്ളത് നിങ്ങളോട് തന്നെയാണ്. പക്ഷേ അവർക്കതിനുള്ള ഒരു ധൈര്യമില്ല. ചങ്കൂരത്തോടെ മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം അവർക്കില്ല. അതാണ് അവരുടെ ഒരു എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവരവരുടെ കൂടെയാണോ ഉള്ളത്, ഇപ്പോൾ തേർഡ് പാർട്ടി, അതായത് നമ്മളിപ്പോൾ പറയുന്നത് തേർഡ് പാർട്ടിയെക്കുറിച്ചാണ്. ആരുടെ കൂടെയാണോ ഉള്ളത് അവരിൽ നിന്നൊരു മോശം അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് വീണ്ടും അങ്ങനെ ഉണ്ടാകുമോ, ഒരിക്കൽ കൂടി അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്ന് അവർക്ക് പേടിയാണ്. അതായത് തേർഡ് പാർട്ടി മുന്നേ കൊടുത്തതുപോലത്തെ ഒരു ട്രോമ ഇനിയും ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങളാണ്.
അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളോട് തന്നെ നല്ല താല്പര്യമുള്ള സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളെപ്പോലെ അവരെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല, നിങ്ങളാണ് അവരുടെ മനസ്സിൽ ദ ബെസ്റ്റ്, ഇനി ആരും അങ്ങനെ ഉണ്ടാവുകയുമില്ല, അല്ലെങ്കിൽ അവർക്ക് ഇനി നിങ്ങളെ സ്നേഹിച്ചതുപോലെ ആരെയും സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നൊക്കെ അവർ ഉണ്ടാകാം നിങ്ങളുടെ അടുത്ത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ. ഈ ഒരു റിലേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരത് ഉപയോഗിക്കാത്തതാണ്. അതായത് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റിയ രീതിയിലുള്ള വക്രബുദ്ധിയൊന്നും ഇവർക്കില്ല. ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു മൈൻഡുള്ള വ്യക്തിയല്ല. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരെ വാ നേരെ പോ എന്ന രീതിയിലുള്ള ആൾക്കാരാണ്. എന്നാൽ ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഇവർ കൗശല സ്വഭാവം കാണിക്കുന്നുണ്ടാകാം. നിങ്ങളോട് നല്ല രീതിയിൽ കള്ളങ്ങളൊക്കെ പറയാനായിട്ട് അവർ നല്ല സാമർഥ്യം ഉണ്ടാകാം അവർക്ക്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ മാത്രം ഒരു ബുദ്ധിയോ സാമർഥ്യമോ അല്ലെങ്കിൽ കഴിവോ തൻ്റെ ഇടമോ ഒന്നും ഇവർക്കില്ല. അപ്പോൾ അതാണ് ഇവരുടെ ഒരു എനർജി ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല അവർക്കിപ്പോൾ ഉള്ള സ്ഥലവും വളരെയധികം മടുത്തിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആയിട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് മടുത്തു, പക്ഷേ അവിടെ തന്നെ പിടിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയുമായിട്ടാണ് അവർക്കുള്ളത്. അതാണ് അവരിപ്പോൾ ആകെ ഒരു കുഴപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു എനർജി ഉള്ള ആളാണോ എന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ അവർ നിങ്ങളെ മനഃപൂർവ്വം ശരിക്കും പറഞ്ഞാൽ ചീറ്റ് ചെയ്ത് പോയ ഒരു വ്യക്തികളല്ല. എന്തെങ്കിലും ഒരു ചീറ്റിങ് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് അവരുടെ ഒരു നിവൃത്തികേട് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലാതെ പർപ്പസായിട്ട് കരുതിക്കുട്ടി നിങ്ങളെ ചതിച്ചു പോയ ഒന്നുമല്ല. കുറച്ച് ശുദ്ധഗതിക്കാരായത് കൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു വ്യക്തികളെയാണ് നമുക്കിവിടെ കൂടുതലും എനർജി കിട്ടുന്നത് എന്ന് പറയാം. അപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന രീതിയിൽ അവരങ്ങനെ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അവർക്കാണെങ്കിൽ അതിനുള്ള ഒരു ധൈര്യവുമില്ല, എടുത്ത് ചാടി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ധൈര്യവും അവർക്കില്ല. ഇത്തരം ഒരു എനർജിയാണ് ഓവറോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ആക്ഷൻ കാർഡുകളുമുണ്ട്, പക്ഷേ മൈൻഡ് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറിപ്പോകുന്നു ഈ വ്യക്തിയുടെ. കാരണം അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ അവർ തീരുമാനിക്കുകയും എന്നിട്ട് പെട്ടെന്ന് തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നതായിട്ടാണ് നമുക്ക് നെക്സ്റ്റ് കിട്ടുന്ന കാർഡ് അങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്നില്ല ഇവരൊരു ആക്ഷൻ എടുക്കുമെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ മൈൻഡിൽ മൊത്തം നിങ്ങളാണ്, നിങ്ങളോടുള്ള സ്നേഹമാണ്, അതിനപ്പുറം ആരുമില്ല. പക്ഷെ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് അതൊന്നും കാണിക്കാനും ഒന്നും പറ്റില്ല. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ഓവറോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടും ക്ലൂസ് എടുക്കുമ്പോൾ. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന യെല്ലോ കളർ എന്ന് പറയുന്നതാണ്. യെല്ലോ കളർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. എക്സ്പെക്റ്റ് മിറാക്കിൾ. യെസ്, നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം, എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു മിറാക്കിൾ എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു അത്ഭുതം നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടൊരു ആക്ഷൻ ഉണ്ടാകാം അവരുടെ ഭാഗത്തു നിന്നും. 52 എന്ന് പറയുന്ന ഒരു നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു പോസിബിലിറ്റിയാണ്. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 12 കിട്ടിയിട്ടുണ്ട്. 53 കിട്ടിയിട്ടുണ്ട്. 39 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട്. 30 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 30 കിട്ടിയിട്ടുണ്ട്. 36 കിട്ടിയിട്ടുണ്ട്. 35 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1995 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർഡനിങ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഗാർഡനിങ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ചാരിറ്റി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചാരിറ്റി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. യെസ്, ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 months. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്. യെസ്, നിങ്ങളെപ്പോഴും വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണത്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1982 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത്. യെസ്, വീണ്ടും ഒരു പോസിബിലിറ്റിയാണ്. നെക്സ്റ്റ് മന്ത്. ബ്ലാക്ക് കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം.
അക്കൗണ്ടൻറ്റ്, സാമ്പത്തികപരമായ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രൈവർ എന്ന് പറയുന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നവരായിരിക്കാം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവരായിരിക്കാം, ഡ്രൈവിംഗ് പഠിക്കുന്നവരും ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ യു നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടീച്ചർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചിങ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരോ ടീച്ചറാകാൻ പഠിക്കുന്നവരോ ഒക്കെ ആകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 22 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ബേക്കർ, നിങ്ങൾ ബേക്കറി നടത്തുന്നവരോ ബേക്കിംഗ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരോ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നവരോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ബേക്ക് ചെയ്ത കേക്കുകളും കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്ത സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ളവരും ആകാം. ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടുമോറോ, നാളെ. ലൈഫ് ചേഞ്ച്, യെസ്, വീണ്ടും നമുക്കൊരു മാറ്റത്തിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ കാലചക്രം തിരിയുമ്പോൾ മാറ്റം ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നു എന്ന് നമ്മൾക്ക് ഇതിനകത്തൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊരു മാറ്റം നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1997 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1979 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1980 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലൂ കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ബ്ലൂ കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 47 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ചൈൽഡിഷ്, ഓക്കെ, ഇത് നമുക്ക് റീഡിങ്ങുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. ചൈൽഡിഷ് ആയ ഒരു പേഴ്സൺ ആണ് എന്ന് നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. റെയിൻബോ സൈൻസ്, വൈറ്റ് ബട്ടർഫ്ലൈസ്, റെയിൻബോ സൈൻസ് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും അടിക്കടി. ഡിസംബർ മന്ത്, യെസ്, ഈ ഒരു മാസത്തിൽ എന്തോ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കും, ഒരു പോസിബിലിറ്റിയാണിത് കിട്ടുന്നത്. 41 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എ, ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ. അപ്പോൾ ഇതാണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ദയവായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റീഡിങ് ഇഷ്ടമായിട്ട് ഉണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.